Hello everyone, welcome to Busy Bossy Mom. ഹായ്, ഇത് എൻ്റെ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഡേയിൽ ഉള്ള ഒരു റുട്ടീൻ എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ മോളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് എണീറ്റിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യും. പിന്നീട് ലഞ്ചൊക്കെ പാക്ക് ചെയ്യും. അങ്ങനെ അവളെ ഒന്ന് റെഡിയാക്കി വിട്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് റിലാക്സൊക്കെ ആയിട്ട് ചെയ്തിട്ട് പോയി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ ഞാൻ ഒരു ബുക്കൊക്കെ വായിച്ച് കിടന്നുറങ്ങും. അപ്പം ആ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാ ബിസി മോംസിൻ്റെയും ഒരു റുട്ടീൻ ഇതാണ്, എസ്പെഷ്യലി വെൻ ദേ ആർ ഡൂയിങ് നൈറ്റ് ഷിഫ്റ്റ്സ്. ഇതിപ്പോൾ UK വിൻ്ററാണ്. അപ്പോൾ വിൻ്റർ ആകുമ്പം ഗാർഡനൊക്കെ ഇങ്ങനെ ഒരു മരവിച്ച അവസ്ഥയിലാണ്. വലിയ എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല ഗാർഡനിൽ. അപ്പം കുറച്ച് പ്ലാന്റ്സിനൊക്കെ ഞാൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവിങ് റൂമിൽ തന്നെ വെച്ചിരിക്കുക. അപ്പോൾ അവരുടെ സുഖവിവരമൊക്കെ ഒന്ന് അന്വേഷിച്ച് അവർ ഹാപ്പിയാണെന്നൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് അവരൊന്ന് ചിരിച്ചൊക്കെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി ജോലികളിലേക്ക് കിടക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ ഗാർഡനിൽ ആകെ വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. അതായത് എനിക്കിങ്ങനെ ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്നത് ഇഷ്ടം. അപ്പോൾ അതിന് ഡാഫഡിൽസ് ഞാൻ നട്ടിട്ടുണ്ട്. കുറച്ച് ഡാഫഡിൽസ് ഉണ്ട്, അതൊന്നും ഫ്ലവർ ചെയ്തിട്ടില്ല. ഇനി ഒരു സ്മോൾ പ്രെയർ ടൈം, ഒരു ബൈബിൾ വേഴ്സൊക്കെ വായിച്ചിട്ട് സമാധാനമായിട്ട് ഇന്നത്തെ ഡേ തുടങ്ങാൻ പോവാം. ഞങ്ങൾക്കൊരു പിയാനോ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒരു 1932 ആ ഒരു ടൈമിങ്ങിലുള്ളൊരു പിയാനോ ആണ്. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ വേറൊരു ദിവസം പറയാം ഡീറ്റെയിൽഡായിട്ട്. ഇത് രാവിലെ എനിക്ക് ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്യാൻ തോന്നി. എന്തോ ആ സൗണ്ട്, അതിൻ്റെ ഒരു സൂതിങ് ഇഫക്റ്റ്, ഒരു സന്തോഷം. പിന്നെ വെതർ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് വിൻഡോയിൽ കൂടെയൊക്കെ ഒന്ന് നോക്കി. ട്രാഫിക്കും തിരക്കും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ബെറ്റർ ഐഡിയ കിട്ടുന്നത് ഫ്രണ്ട് വിൻഡോയിൽ കൂടെ നോക്കുമ്പോഴാണ്. എന്തൊക്കെ പറഞ്ഞാലും ഫ്ലവേഴ്സ് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് ശരിക്കും. ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഈവനിങ്ങിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചായിരുന്നു, ഇഡ്ഡലിയും ചട്നിയും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. പിന്നെ ലഞ്ചാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് ഇവിടെ തണുപ്പാണല്ലോ ഇപ്പോൾ. അപ്പം സ്കൂളിൽ ചെന്നിട്ട് അത് ചൂടാക്കി കഴിക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. യൂഷ്വലി സാൻഡ്വിച്ചസ് ആണ് ഉണ്ടാക്കി കൊടുക്കാറ്. ഇന്ന് നമുക്ക് മുട്ടയുടെ ഷേപ്പൊന്നും അങ്ങനെ സ്പോയിലാവാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നത് എഗ് മൗൾഡ് എന്ന് പറയും, ആമസോണിലൊക്കെ കിട്ടും. മെറ്റീരിയൽ ഞാൻ യൂസ് ചെയ്യുന്നത് സിലിക്കണാണ്. അതിൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ കിട്ടും കേട്ടോ, കുറച്ചുകൂടെ ഹെൽത്തി സ്റ്റീലൊക്കെ ആയിരിക്കും. ഇഡ്ഡലിയും ചട്നിയും എപ്പോഴേ റെഡി. ഇനി ലഞ്ചിന് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പിറ്റ ബ്രെഡ്സ് എന്ന് പറയും. അതിൽ ചീസും പിന്നെ ഈ എഗ് ഫ്രൈയും ഒരു ലെറ്റ്യൂസിൻ്റെ ഒരു പീസും അങ്ങനെ വെച്ച് കുറച്ച് മയോണൈസും കൂടെ ആഡ് ചെയ്ത് സാൻഡ്വിച്ച് ആക്കി കൊടുക്കും. മോള് പോകാനിറങ്ങി. അപ്പം അവൾക്ക് നെറ്റിലൊരു കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ചിട്ട് അവളെ സ്കൂളിൽ വിട്ടു. നമുക്ക് വേണ്ടിയിട്ടൊക്കെ ചോദിക്കാനും പറയാനും ദൈവമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചേക്കാം. പിന്നെ എൻ്റെ മീ ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കോഫി കുടിച്ച് വിൻഡോയുടെ അടുത്ത് അങ്ങനെ ഗാർഡനിലോട്ട് നോക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു വെതറിൽ അത്ര വലിയ സന്തോഷമൊന്നും കിട്ടാറില്ല, എങ്കിലും ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. ഇനി അധികം സമയം കളയാനില്ല, പോയി ഒന്ന് കിടന്ന് ഉറങ്ങണം. ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ബുക്കൊക്കെ ഒന്ന് വായിക്കും കുറച്ച് നേരം. എന്നിട്ട് അതിനുശേഷം ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങും. കാരണം എൻ്റെ വർക്ക് പ്ലേസ് പൊതുവെ നല്ല ബിസിയാണ്. സോ ഐ മേക്ക് ഷുവർ ടു ഗെറ്റ് ഗുഡ് റെസ്റ്റ് ടു ടേക്ക് കെയർ ഓഫ് ദോസ് പ്രഷ്യസ് ലൈവ്സ്. ബൈ.